പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറെ ആളുകളുടെ വലിയൊരു പ്രശ്നമാണ് കുറച്ചുനാൾ നമ്മൾ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിച്ചതിന് ശേഷം അത് ഓൺ ആക്കുമ്പോഴത്തേക്ക് വളരെ ഡിലേ വരികയും അത് ഓൺ ആകാൻ താമസിക്കുകയും ചെയ്യുന്ന ഒരു പ്രശ്നം. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് മുമ്പത്തെയും കാട്ടി വളരെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ആകാൻ സാധിക്കും എന്നത് കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കണ്ടേ? അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇനി നമുക്ക് വേണ്ടത് പ്രോഗ്രാം റൺ ചെയ്യുക എന്നതാണ്. പല വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും അതിന്റെ സെറ്റിംഗ്സ് വ്യത്യാസമുണ്ട്. നിങ്ങളുടെ ഏത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയാലും അത് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. അതിന് സ്ക്രീനിൽ കാണിച്ചതുപോലെ നമ്മുടെ കീബോർഡിലെ വിൻഡോസ് ബട്ടൺ +R പ്രസ് ചെയ്യുക. അപ്പോൾ റണ്ണിന്റെ ഒരു ബോക്സ് വരും. അവിടെ നിങ്ങൾ ms config ടൈപ്പ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം സിസ്റ്റം കോൺഫിഗറേഷന്റെ ഒരു ബോക്സ് നിങ്ങൾക്ക് വരും. ഇനി ഈ ജനറലിൽ നിന്നുള്ള ഹെഡിങ്ങിന്റെ അകത്ത് നിങ്ങൾ നോക്കുക സെലക്റ്റീവ് സ്റ്റാർട്ടപ്പ് തന്നെയാണെന്നാണ്. അതാണെങ്കിൽ ഒന്നും ചെയ്യണ്ട. അതുപോലെ ബൂട്ടിൽ വരിക. ബൂട്ടിന്റെ അകത്ത് ഈ ടൈം ഔട്ട് നോക്കുക. 30 സെക്കൻഡാണ് കിടക്കുന്നത്. അത് 5 സെക്കൻഡ് ആക്കി കൊടുക്കുക. അതുപോലെ ഇത് ടിക്ക് മാർക്ക് കൊടുക്കുക. നമ്മുടെ ബൂട്ടായി വരുമ്പം ഗ്രാഫിക്സിന്റെ ഒരു പേജ് വരുന്നുണ്ട്. അത് ഡിസേബിൾ ആവാൻ വേണ്ടിയാണ് അത് ടിക്ക് മാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ബൂട്ട് സ്പീഡ് ആവാൻ വേണ്ടിയാണ് ആ ഒരു ഓപ്ഷൻ. അതുപോലെ അഡ്വാൻസ് ഓപ്ഷനിൽ വരിക. ഇവിടെ നമ്പർ ഓഫ് പ്രോസസർ ടിക്ക് മാർക്ക് കൊടുക്കുക. നിങ്ങളുടെ മാക്സിമം നമ്പർ ഓഫ് പ്രോസസർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ മാക്സിമം മെമ്മറി അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരും. ഓക്കെ അടിക്കുക. അപ്ലൈ കൊടുക്കുക. ഇനി സർവീസസ് എന്ന് പറയുന്ന ഹെഡ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരുപാട് മൈക്രോസോഫ്റ്റിന്റെ സർവീസസ് ആക്റ്റീവ് ആണ്. ചിലത് റണ്ണിങ് ആണ്, ചിലത് സ്റ്റോപ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ ഈ ടിക്ക് മാർക്ക് എടുത്തു കളയോ ഡിസേബിൾ ചെയ്യുകയോ ഒന്നും ചെയ്യരുത്. മറിച്ച് ഇതിന്റെ താഴോട്ട് വരുമ്പോൾ ഹൈഡ് ഓൾ മൈക്രോസോഫ്റ്റ് സർവീസസ് എന്ന് കാണാം. അത് ടിക്ക് മാർക്ക് ചെയ്യുക. അപ്പോൾ മൈക്രോസോഫ്റ്റിന്റെ എല്ലാ സർവീസുകളും ഹൈഡ് ആവുകയും ഇവിടെ ആക്റ്റീവായിട്ടിരിക്കുന്ന സർവീസുകളെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം ഡിസേബിൾ ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ടിക്ക് മാർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഡിസേബിൾ കൊടുക്കാവൂ. അപ്ലൈ കൊടുക്കുക. ഇനി സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന ഹെഡിലേക്ക് വരിക. പല വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും ഈ സ്റ്റാർട്ടപ്പ് ഹെഡിൽ തന്നെയായിരിക്കും പല പ്രോഗ്രാംസ് റൺ ചെയ്യുന്നത് കാണിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ പ്രോഗ്രാംസ് എല്ലാം ഡിസേബിൾ ചെയ്ത് കൊടുക്കുക. ചില സിസ്റ്റത്തിൽ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ആയിരിക്കും ഓപ്പൺ ടാസ്ക് മാനേജറിന് കാണിക്കുന്നത്. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ എനേബിൾ ആയി കിടക്കുന്ന എല്ലാ സർവീസുകളും ഡിസേബിൾ ചെയ്ത് കൊടുക്കുക. ക്ലോസ് ചെയ്യുക. അപ്ലൈ കൊടുക്കുക. ഓക്കെ കൊടുക്കുക. എന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്യുക. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ സിസ്റ്റത്തിന്റെ സ്റ്റാർട്ടപ്പിന്റെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആവും. ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.